എല്ലാവർക്കും നമസ്കാരം. തന്ത്ര നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ശരീരപരമായുള്ളയും മാനസികപരമായുള്ളയും ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു മാനത്തെ നാം മനസ്സിലാക്കുന്നതിന് ഉള്ളൊരു ടൂളാണ് തന്ത്ര എന്ന് പറയുന്നത്. ഈ സൃഷ്ടി എന്താന്ന് ചോദിച്ചാൽ അത് ശൂന്യമാണ്. ഞാൻ പലപ്പോഴും പറയുമ്പം ചില ആളുകൾ അതൊരു നിരീശ്വരവാദം എന്നുള്ള രീതിയിലാണ്. ഞാൻ റീസെൻ്റ്ലി ഗുരുവായൂരുള്ള അയ്യപ്പനാരുടെ കടയിൽ പോയപ്പം അവിടുത്തെ ഒരു ചേച്ചി നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് കണ്ടപ്പോൾ വേഗം പറഞ്ഞു, അങ്ങ് ചില സമയത്ത് അങ്ങയുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഒട്ടും ഈശ്വര വിശ്വാസി അല്ലെന്ന് തോന്നും. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി? അങ്ങ് ഒരു വീഡിയോയിൽ പറയുന്ന കേട്ടു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പെരുവിരൽ പോലും അനക്കില്ല എന്നുള്ളതെന്ന്. ഇപ്പൊ യോഗീശ്വർ ലിംഗ സന്നിധിയിലൊക്കെ വന്ന് തൊഴുന്നവരോടും ഒക്കെ ഞാൻ പറയും, അവരുടെ ആവശ്യങ്ങൾ ഒരിക്കലും പറയില്ല അവിടെ, എന്ന് വെച്ചാൽ അതിന് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ അവർ ചിന്തിക്കും മറ്റുള്ള ആൾക്കാർ വന്നിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഇന്നറിൽ ഇത്ര എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്, അപ്പോൾ ആ ഈശ്വരൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി തരില്ല എന്നുള്ളത്. ഞങ്ങൾക്കിതൊരു പറ്റിയ പ്രസ്ഥാനമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വളരെ പെട്ടെന്ന് ചെയ്യാം. നിങ്ങളെ കൊണ്ട് ധാരാളം പൂജകളും വഴിപാടും ഒക്കെ ഇവിടെ കഴിപ്പിക്കാം. എന്നാൽ ശൂന്യമായിരിക്കുന്ന ഈ സൃഷ്ടിക്ക് പ്രത്യേകിച്ച് ഒരു ബോധമില്ല. മനുഷ്യനായിരിക്കുന്ന നാമാണ് ഇവിടെ നമുക്ക് വേണ്ടതെല്ലാം സൃഷ്ടിക്കുന്നത്. എന്നാൽ ആ ബോധത്തിന് അങ്ങനെയില്ല. വെറുതെ നമ്മളൊന്ന് കണ്ണടച്ചിരുന്നാല് നമുക്കറിയാം നമ്മുടെ മാനസികപരമായുള്ള ചിന്തകളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങി വീഴും. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒരു മനുഷ്യന് സംഭവിക്കുന്നില്ല. എന്നാല് നാം നമ്മുടെ കുണ്ടലിനി ഉയർന്നു കഴിഞ്ഞാൽ നാം അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട്, ശൂന്യത്തിൻ്റെ ഒരു അവസ്ഥ. നമ്മുടെ ഈ ബുദ്ധിയല്ല, നമ്മുടെ സൂക്ഷ്മ ബുദ്ധിയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആന്തരികപരമായുള്ള അനുഭവം എന്നുള്ളത്. ശൈവ സിദ്ധാന്തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ശിവൻ എന്ന് അർത്ഥമാക്കുമ്പോൾ അത് സ്പന്ദനമാണ്. സ്പന്ദനം എന്ന് വെച്ചാൽ ഉണർവാണ്. ആ ഉണർവിനെ നാം ശിവ എന്ന് വിളിക്കും. കഴുത്തിൽ പാമ്പും ശൂലവും ധരിച്ചതല്ല ശിവൻ. ശിവൻ എന്ന് വെച്ചാൽ ഗുണമാണ്. ഒരു ഗുണത്തെയാണ് നാം ധ്യാനം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പം ശിവനാകുന്ന ഗുണം നമ്മളിൽ പ്രകടമാവുകയാണ്. അവിടെ മെഡിറ്റേഷനും മെഡിറ്റേറ്ററും ഒന്നാവുന്ന അവസ്ഥ. ഇതാണ് സൃഷ്ടിയുടെ പ്രകൃതി പുരുഷനാകുന്ന അവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നാം കടക്കുന്നു. അതൊരു എൻലൈറ്റ്മെന്റിന്റെ അവസ്ഥയാണ്, സമാധി അവസ്ഥയാണ് ശൂന്യത എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത്. ചിലവർക്ക് ചില സാധനാ മാർഗത്തിലൂടെ, ഇപ്പം എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെ ഉണ്ട്, ശൂന്യക്രിയയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ശൂന്യയുടെ ദീക്ഷ സമയങ്ങളിലൊക്കെ തന്നെ നാം അതിന്റെ രീതിയിലല്ല, നമുക്ക് രാജയോഗയുടെ മാർഗമാണ്. എന്നാൽ ഗുരുപരമ്പരയിലുള്ള ഗുരുക്കന്മാർ തന്നെ ചെയ്ത് അവർക്ക് ദീക്ഷ കൊടുക്കുന്ന പ്രക്രിയയിലൂടെ അവിടെ കടന്നു പോകുമ്പോൾ അവർക്ക് ആ സ്റ്റേറ്റിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ശൂന്യ എന്നത്. വീണ്ടും നിർത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരു ഇതുണ്ടെന്നുള്ളത്. പക്ഷെ നാം കുറച്ച് കഴിയുമ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തും. അപ്പം ആ ഒരു സ്റ്റേറ്റിൽ അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അതറിയാൻ പറ്റും ആ ഗുണം എന്താന്നുള്ളത്, ശിവബോധം എന്താന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈ സൃഷ്ടിയുടെ പ്രക്രിയ നാം മനസ്സിലാക്കുന്ന ഒരു രീതി. ഇപ്പൊ ഞാൻ നീട്ടിപ്പോയി പറഞ്ഞു പോയത്, എന്നാൽ ആ ഗുണത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പം തന്ത്ര എന്ന് പറയുന്നത്, തന്ത്ര ഗുരു എന്നർത്ഥമാകുമ്പോൾ നാം എപ്പോഴും ഗുരു ഒരിക്കലും അറിവല്ല പകർന്നു നൽകുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഇതുമായിട്ടൊക്കെ സാധനമായിട്ട് നമ്മുടെ വീഡിയോ ഒരു ബിഗിനേഴ്സിന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇനിയിപ്പം അഹം ബ്രഹ്മാസ്മിയും വേദവും ഉപനിഷത്തും ഒക്കെ പഠിക്കുന്നവർക്ക് കണ്ടാലും മനസ്സിലാവില്ല. മാനസിക തലത്തിലാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. എന്നാല് ചില സാധനയിലൂടെ, ചില ദീക്ഷാ പ്രക്രിയയിലൂടെ കടന്നുപോയവർക്കൊക്കെ തന്നെ അറിയാം എന്താണ് എനർജി എന്നുള്ളത്. എനർജി എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് അറിയാം ഈ കാര്യങ്ങൾ. തന്ത്രഗുരു എപ്പോഴും ഇപ്പൊ നമുക്കൊരു കല്ലിനെ പോലും ഊർജത്താൽ അതിനെ ശോഭിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇപ്പം 6 ചക്രങ്ങൾ ഉണർന്നിരിക്കുന്ന ഒരാൾക്ക്, 6 ചക്രങ്ങളെ മാസ്റ്റർ ചെയ്ത ഒരാൾക്ക് പ്രാണശക്തി ധാരാളം അവർക്ക് ഉൾക്കൊള്ളുവാൻ പറ്റും. സമാധിയിലുള്ള അവർക്ക് എത്തി നിർത്താൻ പറ്റും.
സഹജ സമാധി അവസ്ഥയിൽ അവർ നിൽക്കുകയും അവരുടെ പ്രാണശക്തി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ഇത് തന്നെയാണ് ഒരു കല്ലിലും ചെമ്പിലും ഏതൊരു രൂപത്തിലും ചെയ്യുന്നത്. അത് നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഗുണത്തെ അറിയാം. ഗുണം എങ്ങനെയാണ്? 6 ചക്രങ്ങൾ ഉണർന്നു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചും ശിവബോധത്തിലാണ്. ആ ശിവബോധത്തിൽ നിന്നുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവർക്ക് ആ ഒരു തലത്തെ കൊടുക്കുവാൻ സാധിക്കും. അതൊരു അറിവല്ല, അവർക്ക് ആ എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ എനർജി തലത്തിലേക്ക് ഒരു എൻലൈറ്റ്മെന്റിലേക്ക് എത്തുകയും പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്നർ നോളജ് അത് പുറത്തു നിന്ന് നമുക്ക് ഒരിക്കലും ഇതിപ്പോ കേട്ടാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും. പുറമേ നിന്ന് ഡേറ്റാസ് വരുമ്പോൾ അതാണോ ഇതാണോ ശരി എന്നൊരു സംശയം വരും. എന്നാൽ കുറച്ച് കഴിയുമ്പം സൗരയൂഥത്തിന്റെ ഊർജ പ്രക്രിയ അനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നാച്ചുറലി ഗ്രഹണ പ്രക്രിയ ഉണ്ടാവും. നമുക്ക് ധാരണാശേഷി ഉണ്ടാവും. അങ്ങനെ നാം മനസ്സിലാക്കും. ഇനി നമ്മൾ ധാരണ ഉൾക്കൊണ്ടില്ലെങ്കിലും നമ്മൾ ഒന്നിനെയും മനസ്സിലായി നമ്മളൊരു എനർജിയുടെ കമ്പനത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ നാം സമാധി എത്തിച്ചേരും. എന്നാൽ സൃഷ്ടിക്ക് ഒരു ബോധമില്ല. അതിന് ഇത് ആദിഗുരുജിയാണ്, അല്ലെ ഈ കേൾക്കുന്ന ആടെ പേര് എന്താവട്ടെ, അവരാന്നുള്ള ഒരു ബോധ്യം സൃഷ്ടിക്കില്ല. എന്നാൽ സർവ്വതും സൃഷ്ടിയാണ്. ഇവിടെ നമ്മുടെ എനർജിയും വൈബ്രേഷനും ഫ്രീക്വൻസിയും അനുസരിച്ച് നമ്മളോട് അത് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കാനനുസരിച്ചുള്ള ജീവിത സാഹചര്യങ്ങൾ നമുക്ക് വന്നു ചേരുകയും ചെയ്യും. ഇതാണ് സൃഷ്ടിയുടെ ഒരു അടിസ്ഥാനം. അതുകൊണ്ട് ഈ ഒരു പ്രക്രിയയിലേക്ക് നാം അലിയാനായിട്ടുള്ള ഒരു മാർഗമാണ് താന്ത്രിക ഗുരുക്കന്മാർ നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ, എനർജി വർക്ക് മാത്രം. എനർജി കൊണ്ടുള്ള പ്രോസസ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പം ഒരു താന്ത്രിക ഗുരുവിന്റെ അരികിൽ നിങ്ങൾ എത്തിച്ചേരുകയും ഇപ്പൊ ബ്രാഹ്മി 21 ഡേയ്സ് ഒക്കെ, ഇത് ഞാനൊരു അഹംഭാവത്തിന് വേണ്ടി പറയുന്നതല്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ബ്രാഹ്മി 21 ഡേയ്സിൽ പല സ്ഥലങ്ങളിൽ അവരിയ്ക്കുന്നു, ഗൂഗിൾ മീറ്റിൽ ഇരിക്കുന്നു. വന്നതിന്റെ ഒരു 5-6 ദിവസം കഴിയുമ്പം അവര് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ അവിടുത്തെ ഊർജം, അല്ലെങ്കിൽ തിരുവണ്ണാമല, ആറ്റുകാല്, അവിടുത്തെ എല്ലാം എനർജി പ്രസൻസ് അവർ അറിയുന്നു. ആ ദേവതകളുടെ അല്ലെ ദേവന്റെ എല്ലാം തന്നെ സമാധി ഊർജങ്ങൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അവർ വീണ്ടും ആ ക്ഷേത്രങ്ങളിലോ എവിടെയെങ്കിലും പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സോങ് കേൾക്കുമ്പോൾ പോലും അന്ന് ആ ഗുരുജി എന്ന വൈബ്രേഷൻ അല്ലേ ഇതെന്ന് അവർക്ക് എനർജി തലത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നു. ഇതാണ് താന്ത്രികം. ഇതൊരു ഫിസിക്കൽ ഡയമെൻഷൻ അല്ല, നോൺ ഫിസിക്കൽ ഡയമെൻഷൻ ആണ്. ഒരു തവണ താന്ത്രിക ഗുരുവിന്റെ കയ്യിൽ നിന്ന് ആ ഊർജത്തിൽ അവര് സ്വീകാരിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ, ഒരു 1 ഡേ ഈവന്റിലല്ല, സദാസമയം അവർ വില്ലിങ് ആയിരുന്നാൽ, സമർപ്പണം എന്ന് പറയുന്ന ഭാവത്തിൽ നാം എത്തണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ ഒരു ഗുണമാണ്. നമ്മളായി അതിനു വേണ്ടി തയ്യാറെടുത്തെത്തുന്ന ഒരു ഗുണമാണ്. അവിടെ നാം എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മളെ സ്പന്ദനത്തിൽ ചേർന്നിരിക്കുമ്പം നാം തന്നെ എന്ത് ചെയ്യണം? മോക്ഷപ്രാപ്തിയിലേക്കാണ്, മുക്തിയിലേക്കുള്ള എളുപ്പ വഴിയാണ് തന്ത്ര എന്ന് പറയുന്നത്. നമ്മൾ യോഗാസനാസ് ചെയ്താലും ഹഠയോഗ ചെയ്താലും എന്ത് ചെയ്താലും അതിനൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു 2-3 ലൈഫ് ടൈം എടുക്കാം. ഓരോരുത്തരുടെ കർമ്മം അനുസരിച്ചാണ്. അതിന് ബാധിക്കാൻ ആരും വരരുത്. അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ് നാം എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് കമ്പനത്താൽ നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടും. മറ്റേതെല്ലാം തന്നെ കുറച്ചുകൂടും വൈകും. അതെല്ലാം നാം തന്നെ ഉള്ളിലേക്ക് പ്രാണശക്തി സ്വീകരിച്ച് സൂര്യന്റെയും ചന്ദ്രന്റെയും ഊർജ പ്രക്രിയയിലാണ് നാം ആവുന്ന ജീവൻ ഇരിക്കുന്ന ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ നിന്ന് ബ്രഹ്മമാവുന്ന ഇതിലേക്ക് അലിയണമെങ്കിൽ ധാരാളം സമയം വേണം. എന്നാൽ ബ്രഹ്മത്തെ തൊട്ട് നിൽക്കുന്ന ഒരാള് ആ അവസ്ഥയിൽ എത്തിച്ച് നിർത്തുമ്പം അത് വളരെ എളുപ്പമാണ് ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. താന്ത്രിക ഗുരു ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സാണ്. ഇന്നും യോഗീശ്വര ലിംഗസന്നദ്ധി 1 ടൈം കോൺസെൻട്രേഷൻ പ്രോസസ്സാണ്. പക്ഷെ ഇന്നും അവിടെ ശോഭിക്കുന്ന എനർജിയാൽ നിൽക്കുന്നു. അതൊരു കല്ലാണ്. മനുഷ്യനെ പോലെ മാറുന്ന ചിന്തകളില്ല, ഇമോഷൻസ് ഇല്ല. ഇതേപോലെ നാമും ഒരു സ്റ്റേറ്റിലേക്ക് നമ്മുടെ വികാരങ്ങളെല്ലാം അവസാനിക്കുമ്പോഴേ നമുക്ക് സമർപ്പണം ഉണ്ടാകത്തുള്ളൂ. നാം ആ അവസ്ഥയിലേക്ക് എത്തിയ നാമും എന്ത് ചെയ്യും? ആ ഒരു എൻലൈറ്റ്മെന്റ് സ്റ്റേറ്റിലേക്ക് തന്നെ കടക്കും. ഇതാണ് താന്ത്രിക ഗുരു ചെയ്യുന്നത്. എല്ലാവരും വിചാരിക്കും, ഓ ഗുരു എൻലൈറ്റഡ് ആയി, നമുക്ക് ഈ നോളജ് മാത്രമേ ഉള്ളൂ, നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു ഗുരു എൻലൈറ്റഡ് ആണ്, ആ ഗുരുവിന്റെ അരികിൽ വരുന്നവരെ എല്ലാവർക്കും എൻലൈറ്റ്മെന്റ് ആക്കാൻ പറ്റും. ഇതാണ് തന്ത്ര എന്ന് പറയുന്ന മാർഗം. ഇതാണ് താന്ത്രിക ഗുരുവിന്റെ രീതി എന്ന് പറയുന്നത്. നമസ്കാരം.